ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഒരു പനീർ മസാലയാണ്. പനീർ അങ്ങനെ ഇവിടെ ഉപയോഗിക്കാത്തൊരു സാധനമായിരുന്നു. പ്രിയ ചേച്ചി കൊണ്ടുവന്നാണ് ഇവിടെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ രുചി എല്ലാവർക്കും മനസ്സിലായത്. അങ്ങനെ പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പനീർ ഉണ്ടെങ്കിൽ കഴിക്കാൻ തുടങ്ങി. ആദ്യം ഉപയോഗിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നാത്തൊരു ഐറ്റം, പിന്നീട് ഉപയോഗിക്കും തോറും ടേസ്റ്റ് കൂടി ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മീനും ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിൽ പനീർ മസാല ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നിവിടെ അമ്പലത്തിലൊക്കെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് മീനൊന്നും മേടിക്കാനുണ്ട്. ഞാൻ പനീറാണ് എടുത്തത്. ഈ പനീർ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ കസ്തൂരി മേത്തി പോലുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിരുന്നു. ഇന്ന് അതൊന്നുമില്ല, ഉള്ള ഐറ്റങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ഐറ്റം ഇല്ലയെന്നും പറഞ്ഞ് ഞാനൊന്നും ഉണ്ടാക്കുന്നത് മാറ്റി വെക്കാറില്ല. ഉള്ളതുപോലെ എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കും. പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. പനീർ ഉണ്ടാക്കാനായിട്ട് ഒരു 2-3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 2എണ്ണമെങ്കിലും വേണമായിരുന്നു. അരമുറി തക്കാളിയേ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ അതെല്ലാം അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റുവാണ്. ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും എല്ലാം 1/2 സ്പൂൺ വീതമാണ് ഇട്ടേക്കുന്നത്. മസാല വേണമെങ്കിൽ 1 സ്പൂൺ ഇടാം. മുളക് പൊടിയൊന്നും ഒരുപാട് വേണ്ട, പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. വെളുത്തുള്ളിയും കൂടെ ചേർക്കാനുണ്ടായിരുന്നു, ഞാൻ അവസാനമാണ് ഓർത്തത്. പിന്നെ ഇതെല്ലാം കൂടെ അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 നട്ട്സ് കുതിർത്തതും കൂടെ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ചീനച്ചട്ടിയിൽ ബട്ടർ ഒഴിച്ചിട്ട് നമ്മുടെ പനീർ ഇട്ട് കൊടുത്തു. അതിനകത്ത് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. ഇത്രയൊക്കെ ചെയ്താൽ മതി, നമ്മുടെ സൂപ്പർ പനീർ മസാല റെഡിയാവും. ഇതിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ഉണങ്ങിയ കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തു. മല്ലിയിലയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഇതൊന്നും വേണ്ട. ഇത് ലാസ്റ്റ് പീസ് ഇവിടെ ഇരുന്ന ബട്ടറാണ്. ഇതിനി വെച്ചിരുന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു. അടിപൊളി പനീർ മസാല റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പർ ഒരു ഐറ്റമാണിത്. അപ്പം കഴിക്കാത്തവരും കഴിച്ചു പോകും. ഓക്കെ, ബൈ.